ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകളോടെ ബ്രേക്കിംഗ് അവേഴ്സ് പൂർണ്ണമാവുകയാണ്. അശ്വമേധത്തിന് ശേഷം 50 വാർത്തകൾ വേഗത്തിലറിയാം. അഷ്ന റോസിനൊപ്പം. നമസ്കാരം. കൊല്ലം നഗരത്തിനുള്ളിലുള്ള തങ്കശ്ശേരി ബീച്ചിലാണ് ഞാനും ജാക്കിയും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. മത്സരം എങ്ങനെ കടുത്തതാണ്? എന്താണ് സമത്വം? ഇത്തവണ മുകേഷ് ജയിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ചേട്ടന്റെ അഭിപ്രായം എന്താ? പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ നമ്മളിപ്പോ രണ്ടുപേരും ടൈറ്റായ മത്സരത്തിൽ ആണ്. അപ്പൊ മത്സരം വളരെ ടൈറ്റ് ആണ്. ഈ എൻ കെ പ്രേമചന്ദ്രൻ BJP ക്യാമ്പിലേക്ക് പോകുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ, അത് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊക്കെ വെറുതെ പറയുന്നു. അങ്ങനെ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് സ്വന്തമായ ഒരു നിലപാടുള്ള കക്ഷിയാണ്. പിന്നെ കൊല്ലത്തിന് ആര് വികസനം കൊണ്ടുവരുന്നു അവർക്കാണ്. ഓക്കെ, കൊല്ലത്തെ ജനങ്ങൾ അങ്ങനെയാണ്, അവർക്കാണ് സപ്പോർട്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിശേഷങ്ങളൊക്കെ കേട്ടു. തങ്കശ്ശേരി എന്ന് പറയുന്ന സമയത്ത് ഫിഷ് ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. നമുക്കിപ്പോ ഒരു കലാകാരനുണ്ട്. കലാകാരന്റെ പേര് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തും. സന്തോഷ് ഇരവിപുരം. അപ്പൊ സന്തോഷേ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? സ്നാനകേളി ലോലയായി നീ താണുയർന്നു നീന്തവേ കൽപ്പടവേറി നിൽപ്പതെന്തേ നീ ഏതു ശില്പിയെ തേടുന്ന ചാരുത, നീ ഏത ലൗകിക സൗന്ദര്യ ദേവത, പൊയ്കയിൽ കുളിർപ്പൊയ്കയിൽ പൊൻവയിൽ നീരാടും നേരം. UDF സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എത്തിയിട്ടുണ്ട്. രാഹുൽ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുന്നില്ല? ഇത് ശരിക്കും ഈ സമയത്ത് ഉന്നയിക്കേണ്ട ചോദ്യമായിരുന്നു. പിണറായി വിജയനെതിരായി പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ, എന്തുകൊണ്ട് കേന്ദ്രാന്വേഷണ ഏജൻസികൾ BJP ഇതര നേതാക്കളെ മുഴുവൻ വേട്ടയാടുമ്പോൾ, അല്ലെങ്കിൽ അവരിങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPM ഞാൻ അടിവരയിട്ട് പറയാം, അവിടെയാണ് ഒരു രാഷ്ട്രീയ അന്തർധാര കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി UDFനെ അപ്രസക്തമാക്കി BJP വേഴ്സസ് CPM എന്ന പൊളിറ്റിക്കൽ ഇക്വേഷനിലേക്ക് കേരളത്തെ ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്ന നറേറ്റീവാണ് പിണറായി വിജയനും BJPയും ആസൂത്രണം ചെയ്തിപ്പോൾ നിൽക്കുന്നത്. ഈ പോർട്ടുകൊല്ലം കടപ്പുറത്താണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിലപാട്? പ്രേമേന്ദ്രൻ ആരും ജയിക്കും. 100% പ്രേമേന്ദ്രൻ ജയിക്കും. മുകേഷ് ജയിക്കും. മുകേഷിന് സാധ്യതയുണ്ട്. ആണോ? പ്രേമേന്ദ്രൻ ജയിക്കും. മുകേഷ് വെച്ചു കൊടുത്ത അപ്പൊ മുകേഷിന് നേട്ടമുണ്ട്. ഞാനും വരട്ടോടി നിന്റെ കൂടെ പാടില്ല നമ്മെ രണ്ട് പാടെ മറന്നു. നാളെ പോകുന്നത് നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കായിരിക്കും. വി ജോയ്, അടൂർ പ്രകാശ്, വളരെ ശക്തമായിട്ടുള്ള മത്സരവുമായി വി മുരളീധരൻ. ആരായിരിക്കും ആറ്റിങ്ങലിൽ, ആർക്കനുകൂലമായിട്ടാണ് രാഷ്ട്രീയക്കാറ്റ് നാളെ നമുക്ക് പരിശോധിക്കാം.